ഹൈന്ദവ വിശ്വാസികളുടെ, വിശേഷാൽ ശൈവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി. മാഘമാസത്തിലെ കുംഭത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി. ശിവരാത്രി എന്നാൽ മംഗളരാത്രി അല്ലെങ്കിൽ ശുഭകരമായ രാത്രി എന്നാണ് അർത്ഥം. ശിവരാത്രിയെ സംബന്ധിച്ച് അനേകം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് പാലാഴി മദനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതിരിക്കാൻ ശ്രീ പാർവതീദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്നും പുറത്തു പോകാതിരിക്കുവാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ലോകമംഗളത്തിനായി ഭഗവാൻ വിഷത്തെ ആഗിരണം ചെയ്ത ദിവസമാണ് ശിവരാത്രി. ശിവപ്രീതിക്കായുള്ള 8 വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി. കൃഷ്ണചതുർത്ഥി തിഥിയെ അടിസ്ഥാനമാക്കി അനുഷ്ഠിക്കപ്പെടുന്ന വ്രതമാണ് ശിവരാത്രി വ്രതം. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതോടുകൂടി ഒരു വ്യക്തിയുടെ സകല പാപങ്ങളും നശിക്കും എന്നാണ് വിശ്വാസം. ഇത്തവണത്തെ ശിവരാത്രി 2026 ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ്. ഈ വർഷം ശിവരാത്രിയുടെ തലേ ദിവസം മഹാദേവന് പ്രാധാന്യമുള്ള പ്രദോഷം വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശിവരാത്രി ദിനത്തിൽ രാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി ശിവനാമങ്ങൾ ജപിച്ച് ദിവസം ആരംഭിക്കാവുന്നതാണ്. സാധിക്കുമെങ്കിൽ മഹാദേവന്റെ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. പൂർണ്ണ ഉപവാസം ഈ ദിവസം ഉത്തമം എന്നിരിക്കലും അത് സാധിക്കാത്തവർക്ക് ഒരിക്കൽ എടുക്കാവുന്നതാണ്. ശിവപഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ 108 തവണ ഭക്തിപൂർവ്വം ഈ ദിവസം ചൊല്ലാവുന്നതാണ്. ശിവ അഷ്ടോത്തരം, സഹസ്രനാമം, ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലുന്നത് അത്യുത്തമമാണ്. രാത്രി പൂർണ്ണമായും ഉറക്കമുളച്ചിരുന്ന് വേണം വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഭഗവാൻ ഈ ദിവസം പൂവളമാല സമർപ്പിക്കുന്നത്, പൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നത്, ഇരിക്കിൻ പൂവ് കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നത്, ജലധാര നടത്തുന്നത് എന്നിവ അതീവ വിശിഷ്ടമാണ്. പിറ്റേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വേണം വ്രതം അവസാനിപ്പിക്കുവാൻ. കേരളത്തിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഉത്സവമായോ ആഘോഷമായോ ശിവരാത്രി കൊണ്ടാടുന്നു. ആലുവ മണപ്പുറത്തെ ശിവരാത്രി ആഘോഷം പ്രസിദ്ധമാണ്. നിങ്ങളുടെ അടുത്തുള്ള ഏതു ക്ഷേത്രത്തിലാണ് ശിവരാത്രി ആഘോഷം നടക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഏവർക്കും ഭാർഗവ കേരളത്തിന്റെ മഹാശിവരാത്രി ആശംസകൾ.